പാകിസ്ഥാന്റെ അതിർത്തി ഗ്രാമങ്ങളിലെ ഷെല്ലിംഗ് അത് അങ്ങേയറ്റം വഷളാവുകയാണ്. 15 നിഷ്കളങ്കരായ ഗ്രാമീണരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അതിന് ഇനി മറുപടി പറയുക? ആ മേഖലയിൽ ഒരു പുതിയ പോർമുഖം തുറക്കാനാണോ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. അത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ തുടങ്ങിയ പ്രകോപനമാണ്. അത് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് വെടിയുതിർക്കുക, ഷെല്ലാക്രമണം നടത്തുക എന്നത് അതിൻ്റെ തുടർച്ച കൂടിയാണ്. പെട്ടെന്ന് ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായിട്ടുള്ള പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങൾ തകർത്തതിൻ്റെ പ്രതികാരം കൂടിയാകാം അവർ ആ നിലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തുകയായിരുന്നു. 15 പ്രദേശവാസികളാണ് ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ ഈ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അത് ഇന്ത്യ ഈ കാര്യത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനുകളാണ്, 15 മനുഷ്യരുടെ ജീവനുകളാണ് പാകിസ്ഥാൻ്റെ ഈ ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നത്. അവർ നടത്തുന്ന ഈ ആക്രമണങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിൽ നിന്ന് അതിശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രകോപനമില്ലാതെ നിയന്ത്രണ രേഖയിൽ നിന്ന് ഈ നിലയിൽ സാധാരണക്കാർക്കു നേരെയുള്ള വെടിവെപ്പ്, സാധാരണക്കാർക്കു നേരെയുള്ള ഷെല്ലാക്രമണം പാകിസ്ഥാൻ തുടരുകയാണ്. വിജയകുമാർ, സൈന്യത്തിന് പൂർണ്ണ പിന്തുണ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. സൈന്യത്തോട് വളരെയധികം സ്നേഹം എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. നാളെ സർവകക്ഷി യോഗം നടക്കാൻ പോവുകയാണ്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന സന്ദേശം ഇന്ന് പകൽ നമ്മൾ എല്ലായിടത്തും കണ്ടു. ദിലീപ്, അതൊരു നല്ല സൂചനയാണല്ലോ. ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ, എന്നാൽ രാഷ്ട്രീയമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യയിൽ എല്ലാ വിഷയങ്ങളിലുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒറ്റക്കെട്ടായി സേനയ്ക്ക് പിന്തുണ നൽകുന്നു എന്നത് ഒരു നല്ല കാഴ്ചയാണ്. ഐക്യത്തിൻ്റെ ഒരു സന്ദേശം ഈ ഘട്ടത്തിൽ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, അല്ലേ? വിജയകുമാർ, ഈ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്ന് പുറത്തേക്ക് ലോകത്തേക്ക് ഇന്ത്യ കൃത്യമായൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഇന്ന് തന്നെ സോഷ്യൽ മീഡിയ ഭാരത് മാതാ കി ജയ്, ജയ് ഹിന്ദ് തുടങ്ങി നേതാക്കളും സിനിമാ താരങ്ങളുമൊക്കെ ആ നിലയിൽ രാജ്യം കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ഈ ഭീകരാക്രമണങ്ങൾ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള, ഭീകരരുടെ പരിശീലന താവളങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നടപടികൾ, ഭീകരതയുടെ വേരറുക്കുന്നതിനുള്ള നടപടികൾ, ഈ നടപടികളിൽ കേന്ദ്ര സർക്കാരിനൊപ്പമാണ്, ഇന്ത്യയിലെ സൈന്യത്തിനൊപ്പമാണ് എന്ന സന്ദേശം രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, മറ്റ് വിവിധ രാഷ്ട്രീയ നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഇവരൊക്കെ ഇന്ത്യൻ സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനുമൊക്കെ ഈ സമയത്ത് തങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഈ നടപടികൾക്കെല്ലാം പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് പരസ്യമായി തന്നെ അവർ പറയുന്നു. അങ്ങനെ രാജ്യം ഐക്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ സമാനതകളില്ലാത്ത ഒരു യോജിപ്പിൻ്റെയും അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നാളെ പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച, സൈന്യം സ്വീകരിച്ച നിലപാടുകൾ, നടപടികൾ, ഇതൊക്കെ ഈ സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കും. രാജ്യം കൂടുതൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന ആഹ്വാനവും നാളത്തെ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായേക്കും. അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് സംബന്ധിച്ച പ്രമേയവും പാസ്സാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വിജയകുമാർ, യെസ്, സിവിൽ ഡിഫൻസ് ഡ്രില്ല് നമ്മൾ രാജ്യവ്യാപകമായി 259 കേന്ദ്രങ്ങളിൽ നടത്തി. എല്ലായിടത്തും ജനങ്ങളുടെ വലിയ സഹകരണം ഉണ്ടായിരുന്നു എന്നാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളാകെ വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അനാവശ്യമായ ആശങ്കയോ ഭയമോ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അതിനോട് എങ്ങനെയും നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കണം എന്നത് പഠിപ്പിക്കാൻ, എന്നത് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഡ്രില്ല് ആസൂത്രണം ചെയ്തിരുന്നത്. അത് എല്ലായിടത്തും 4 മണി മുതൽ 4:30 വരെ നടപ്പാക്കുകയും ചെയ്തു. ഒരിടത്തും അത് ഏതെങ്കിലും തരത്തിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല. ജനങ്ങൾ അതുമായി സഹകരിച്ചു. ഇന്ന് 259 കേന്ദ്രങ്ങളിൽ നിന്നും സമാനമായ റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന ഈ പൂഞ്ചിലെ ഷെല്ലാക്രമണം, അതിൽ 15 ഗ്രാമീണർ കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ മേഖലയിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് പാകിസ്ഥാനെ ബാധിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ ഇന്ത്യൻ തിരിച്ചടിയിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. അവിടുന്ന് വരുന്ന പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ,
ഇന്ത്യൻ വിമാനങ്ങൾ അവരുടെ വ്യോമാതിർത്തി കടന്നിട്ടില്ല എന്ന് നേരത്തെ പാകിസ്ഥാൻ സേന പറയുന്നു. അതിനു മുമ്പ് പറയുന്നു ഇന്ത്യൻ വിമാനങ്ങൾ അതിർത്തി കടന്നെത്തി ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നു. 4, 5, 6 അങ്ങനെ എണ്ണം ഇങ്ങനെ വ്യക്തമല്ലാത്ത കണക്കുകൾ പറയുന്നു. എവിടുന്നൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ പങ്കുവച്ചായിരുന്നു അത്. ഫാക്ട് ചെക്ക് വിഭാഗം അത് പരിശോധിച്ച് അത്തരമൊരു ദൃശ്യങ്ങളില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയപ്പോൾ വീണ്ടും ഇന്ത്യൻ വിമാനങ്ങൾ ഇവിടേക്ക് വന്നിട്ടില്ല, ഇവിടെ ആരും ആക്രമണം നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മുഖം രക്ഷിക്കാനുള്ള നടപടികളുമായി പാകിസ്ഥാനിലെ സേനാ വിഭാഗങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ രംഗത്ത് വരുന്നു. ഇപ്പോൾ പറയുന്നത് ഇന്ത്യക്ക് മറുപടി നൽകാൻ സേനയ്ക്ക് ഉചിതമായ സമയവും സ്ഥലവും സാഹചര്യവും തീരുമാനിക്കാം എന്ന് പാക് പ്രധാനമന്ത്രിയും അവിടെ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടന്ന ഒരു പകലാണ് അത്. പക്ഷേ ഏറെ ദൈർഘ്യമുള്ള പകലെന്ന് നമുക്ക് തോന്നും. ഡൽഹിയിലൊക്കെ അതിനിർണായകമായ നീക്കങ്ങൾ, രാഷ്ട്രീയ ചർച്ചകളും നീക്കങ്ങളും സൈനിക നീക്കങ്ങളും ചർച്ചകളും ഒക്കെ ഇപ്പോഴും നടക്കുകയാണ്. അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.